എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ LDCക്കും അതുപോലെ LPയുടെ എക്സാമിനും അവസാന ഘട്ടത്തിൽ എത്തിയവർക്കും അതുപോലെ ഇനി പഠിക്കാൻ സമയമില്ല എന്നുള്ളവർക്കും ഇതുവരെ പഠിച്ചു കഴിയാത്തവർക്കും മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി ക്ലാസ്സാണ് ഇന്ന് എടുക്കുന്നത്. അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞ് നിർത്തിയത് വന്നിട്ട് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നു എന്നതാണ്. അപ്പം നമ്മൾ നമ്മുടെ ഒരു ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നമ്മുടെ ബഹിരാകാശ ഗവേഷണവും അല്ലെങ്കിൽ ബഹിരാകാശത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. അത് നമ്മൾ ചന്ദ്രയാനും അതുപോലെ മംഗളയാനും ഗഗയാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറ്റി നമ്മൾ ഒന്ന് ജസ്റ്റ് ഒരു ഔട്ട്ലൈനെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ ചന്ദ്രയാൻ എന്ന് പറയുന്നത് 2008 ഒക്ടോബറിൽ ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്ര പരീക്ഷണ ദൗത്യമാണ്. അപ്പം ചന്ദ്രയാൻ എന്ന് പറയുന്നത് ചന്ദ്രയാൻ 2008 ഒക്ടോബറിലാണ് തുടക്കം കുറിച്ചത്. അത് ചന്ദ്ര പരീക്ഷണ ദൗത്യമാണ് ചന്ദ്രയാൻ എന്ന് പറയുന്നത്. അത് അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ജപ്പാൻ, ചൈന ഇവയ്ക്ക് ശേഷം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്ക, റഷ്യ, യൂറോപ്പ്, അത് കഴിഞ്ഞ് ചൈന, ജപ്പാൻ, അത് കഴിഞ്ഞിട്ട് ആറാമതാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്, ചന്ദ്രനിലോട്ട് എത്തുന്നത്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. എത്താമതാണ് ഇന്ത്യ എത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആറാമതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമായ ചൊവ്വ ദൗത്യത്തിന്റെ പേരാണ് മംഗൾയാൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ബഹിരാകാശത്തിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേര്, ഇന്ത്യൻ ബഹിരാകാശത്തിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരാണ് മംഗൾയാൻ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ബഹിരാകാശത്ത് മനുഷ്യരെത്തിക്കുന്നതിനുള്ള ആ ഒരു ദൗത്യത്തിന്റെ പേരാണ് ഗഗയാൻ എന്ന് പറയുന്നത്. അതുകൂടെ ഇക്കാര്യത്തിൽ ഒന്ന് ഓർത്തു വയ്ക്കുക. നമുക്ക് പറയാവുന്ന മറ്റൊരു കാര്യം, ഏറ്റവും അകലത്തിലെത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം ഏത് എന്ന് ചോദിച്ചാൽ അത് മംഗൾയാനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും അകലത്തിലെത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മംഗൾയാനാണ്. ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഔട്ട്ലൈനായിട്ട് ഓർത്ത് വയ്ക്കുക. ഇപ്പം ചന്ദ്രയാനെ പറ്റിയും ഒരു മംഗൾയാനെ പറ്റിയും അതുപോലെ ഗഗയാനെ പറ്റിയുള്ള ഒരു ക്ലാസ് ഞാൻ എടുത്തു തരാം. അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയിട്ടൊരു ക്ലാസ് നമുക്ക് എക്സാമിന് മുമ്പ് അത് ഞാൻ എടുത്തു തരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഇനി മറ്റൊരു കാര്യം നോക്കേണ്ടത്, നമ്മുടെ വിദ്യാഭ്യാസത്തിലോട്ട് വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കമ്മീഷൻസ് പഠിക്കണം. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആക്റ്റുകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്നും കഴിഞ്ഞ UPയുടെ എക്സാമിന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ ഇനി വരുന്ന LPയുടെ ഇതിൽ നിന്ന് തന്നെയായിരിക്കും ഒരു ചോദ്യം മസ്റ്റായിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ അതൊന്ന് എന്ത് ചെയ്യുക, ഇത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. അപ്പം ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞത് ഡോക്ടർ DS കോത്താരിയാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞത് ഡോക്ടർ DS കോത്താരിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. നമ്മൾ ഇനി കുറച്ച് കമ്മീഷനുകളെ പറ്റി നോക്കാം. ഫസ്റ്റ് വന്ന് 1948 വന്ന ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. 1948, 1952, അതുപോലെ നമ്മുടെ 1964 ഈ 3 കമ്മീഷനുകളും 1986 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും 1968 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും നമ്മളൊന്ന് വ്യക്തമായിട്ട് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയുന്നത് 1948 സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഒരു വർഷം കഴിഞ്ഞതിനു ശേഷം വന്ന കമ്മീഷനാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയുന്നത്. എന്താണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമാണ്. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമാണ് ലക്ഷ്യം. അപ്പോൾ എന്താണ് ലക്ഷ്യമെന്ന് ചോദിച്ചാൽ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷന്റെ ലക്ഷ്യം എന്തായിരുന്നു? സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചായിരുന്നു ലക്ഷ്യം. ഇതിൽ നിന്നാണ് നമുക്ക് നമ്മുടെ UGC രൂപീകരിച്ചത്. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷന്റെ നേതൃത്വത്തിലുള്ള ആ കമ്മീഷന്റെ ശുപാർശയോടുകൂടിയാണ് UGC യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ രൂപീകരിച്ചത്. മറ്റെന്ത് ശുപാർശകളൊക്കെ ആയിരുന്നു ഈ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ കൊണ്ടുവന്നത്? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, പിന്നെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക. ഇതൊക്കെയാണ് ഈ പറയുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ശുപാർശകൾ. ലക്ഷ്യം വന്നിട്ട് സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം. സർവകലാശാല വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അറിയാം നമുക്ക് യൂണിവേഴ്സിറ്റി പഠനം, അതായത് ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ അങ്ങോട്ടുള്ള പഠനമാണ്. അപ്പോൾ UGC നിലവിൽ വന്നത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് UGC നിലവിൽ വന്നത്. ഇനി ഡോക്ടർ ലക്ഷ്മണ മുതലിയാർ കമ്മീഷൻ 1952 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ ലക്ഷ്മണ മുതലിയാർ കമ്മീഷൻ എന്ന് പറയുന്നത് അത് സെക്കൻഡറി വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമാണ്. സെക്കൻഡറി വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമാണ്. പണ്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കിയത്. ത്രിഭാഷാ പദ്ധതി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ത്രിഭാഷാ പദ്ധതി കൊണ്ടുവന്നത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ത്രിഭാഷാ പദ്ധതി കൊണ്ടുവന്നത് ഡോക്ടർ ലക്ഷ്മണ മുതലിയാർ കമ്മീഷനാണ് 1952 ത്രിഭാഷാ പദ്ധതി കൊണ്ടുവന്നത്. സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷനെ രൂപീകരിക്കുക എന്നായിരുന്നു അതിന്റെ ഉദ്ദേശം. അതുപോലെ വിവിധ ഉദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം. അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം. അപ്പോൾ അധ്യാപക പരിശീലന
പരിശീലന സമിതി രൂപീകരിക്കാൻ കൊണ്ടുവന്നതാണ് ഡോക്ടർ ലക്ഷ്മണ മുതലിയാർ കമ്മീഷൻ എന്ന് പറയുന്നത്. ഡോക്ടർ ലക്ഷ്മണ മുതലിയാർ കമ്മീഷൻ എന്ന് പറയുന്നത് അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഡോക്ടർ ലക്ഷ്മണ മുതലിയാർ കമ്മീഷൻ. അപ്പോൾ അധ്യാപക പരിശീലന സമിതി രൂപീകരിച്ചത് ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കിയത്. ഇത് രണ്ടും ഡോക്ടർ ലക്ഷ്മണ മുതലിയാറുടെ കീഴിലുണ്ട്. 1952 കൊണ്ടുവന്നിട്ടുള്ള കമ്മീഷനാണ്. ഇനി ഡോക്ടർ DS കോത്താരി വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശം നൽകിയത് ഏത് കമ്മീഷൻ എന്ന് ചോദിക്കാം. വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശം കൊണ്ടുവന്നത് ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ്. 1964 10+2+3 മാതൃകയിൽ നമ്മുടെ പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കും. ഞാൻ എൻ്റെ കുറച്ച് ഇത് മാത്രം എടുത്ത് ഉൺമേഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് എടുത്ത് ഞാൻ ഒരു ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ അത് വളരെ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെയാണ് ഇപ്പം അത് നമുക്ക് മാറി 10+2+3 എന്ന് പറഞ്ഞ മാതൃക മാറിയിട്ട് പുതിയൊരു മാതൃകയാണ് 2020 എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവന്നത്. കഴിഞ്ഞ UP എക്സാമിന് അതിൽ നിന്നൊരു ചോദ്യം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ ചോദ്യം കണ്ടില്ല. അപ്പം ഇനി വരുന്ന LPക്ക് അത് ഉറപ്പായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് പറഞ്ഞത് ഡോക്ടർ DS കോത്താരിയാണ്. അതുപോലെ സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണമെന്ന്, മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണമെന്ന് പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ DS കോത്താരി 1964. അപ്പോൾ ഈ 3 കമ്മീഷനുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കാം. അതുപോലെ 1986 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചു. 1986 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത്. അതിനെ തുടർന്ന് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. അപ്പം ഇത് പലതവണ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരിക്കും. LPയുടെ എക്സാം എഴുതാൻ പോകുന്നവരൊന്ന് ഊന്നി തന്നെ കേൾക്കുക. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് കൊണ്ടുവന്നത് 1986 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയമാണ്. എന്ത് കൊണ്ടുവന്നത്? ബ്ലാക്ക് ബോർഡ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും, സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് കൊണ്ടുവന്നത്. എന്നാണ് കൊണ്ടുവന്നത്? ഏതിന്റെ അടിസ്ഥാനത്തിലാണ് കൊണ്ടുവന്നത്? 1986 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ തുടർച്ചയായിട്ടാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് കൊണ്ടുവന്നത്. ഇത് പ്രാധാന്യം നൽകിയത് വന്നിട്ട് പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പോളിസിയാണ്. പിന്നെ എന്താണ്? നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണമെന്ന് പറഞ്ഞ് ശുപാർശ ചെയ്തത്. നവോദയ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് 27 സംസ്ഥാനങ്ങളിലും നവോദയ വിദ്യാലയങ്ങളുണ്ട്. ഒരു സംസ്ഥാനത്തിൽ മാത്രമാണ് നവോദയ വിദ്യാലയങ്ങളില്ലാതെ, തമിഴ്നാടാണ്. അപ്പം അതും ചോദിച്ചിട്ടുണ്ട്, ഒരു PSCക്ക് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ നവോദയ വിദ്യാലയങ്ങൾ ഇല്ലാത്തത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലാണ്. അപ്പം ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണമെന്ന് പറഞ്ഞ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവന്നു. മറ്റൊരു കാര്യം, പെൺകുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകണമെന്നുള്ളത്. മാക്സിമം എല്ലാ കമ്മീഷനുകളും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകണമെന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇതിൽ നമ്മൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986 നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്, അതുപോലെ തന്നെ നവോദയ വിദ്യാലയങ്ങൾ രൂപീകരിച്ചത്. കോത്താരി കമ്മീഷനിൽ നമ്മൾ പ്രധാനപ്പെട്ട എന്താണ് ഓർക്കേണ്ടത്? 10+2+3 മാതൃകയാണ് നമ്മൾ ഓർക്കേണ്ടത്. പിന്നെ നമ്മൾ മറ്റൊരു കമ്മീഷൻ UGC കമ്മീഷൻ എന്തായിരുന്നു? 1948 രാധാകൃഷ്ണ കമ്മീഷനാണ്. ഇത്രയും കാര്യങ്ങളൊന്ന് നിങ്ങൾ പ്രധാനപ്പെട്ട ഔട്ട്ലൈനായിട്ട് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ, നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നമ്മൾ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 ആചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യ വിൻസ് ഫ്രീഡം, ഇത് നിങ്ങൾ ഉറപ്പായിട്ട് ഇതിൽ നിന്നൊരു ചോദ്യം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ദേശീയ വിദ്യാഭ്യാസ ദിനം എന്ന് പറയുന്നത് നവംബർ 11. ആരുടെ ജന്മദിനമാണ് നമ്മളത് അങ്ങനെ ആചരിക്കുന്നത്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. നമ്മുടെ 2009 ഇന്ത്യ ഗവൺമെന്റ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിക്കൊണ്ടുള്ള നിയമം പാസ്സാക്കിയത്. അപ്പം വളരെ 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 നിങ്ങൾ ഓർത്തിരിക്കുക, 2009 എന്നാണ് 2009 വിദ്യാഭ്യാസം മൗലിക അവകാശമായത്. അപ്പം 2009 വിദ്യാഭ്യാസം മൗലിക അവകാശമായിരുന്നത്. മൗലിക അവകാശമാക്കി വിദ്യാഭ്യാസത്തെ കൊണ്ടുവന്നത് 2009. ഇനി സർവശിക്ഷ അഭിയാനും അതുപോലെ രാഷ്ട്ര മാധവിക് ശിക്ഷ അഭിയാനും എന്നിവയിൽ 2010 സമഗ്ര ശിക്ഷ അഭിയാൻ എന്ന പേരിൽ പുതിയതായിട്ട് കൂട്ടിച്ചേർത്തൊരു പദ്ധതി കൊണ്ടുവന്നു. അപ്പോൾ സമഗ്ര ശിക്ഷ അഭിയാൻ കൊണ്ടുവന്നത് 2018. സമഗ്ര ശിക്ഷ അഭിയാൻ കൊണ്ടുവന്നത് 2018. LP എഴുതാൻ പോകുന്നവർ ഉറപ്പായിട്ട് ഓർക്കുക, LDCക്കും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും. സമഗ്ര ശിക്ഷ അഭിയാൻ 2018 കൊണ്ടുവന്നത്. സമഗ്ര ശിക്ഷ അഭിയാൻ 2018 കൊണ്ടുവന്നത്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മുടെ സാംസ്കാരിക നേട്ടത്തെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ അധ്യാപകർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും സാംസ്കാരിക വിനിമയത്തിനുള്ള വിവിധ പരിപാടികൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്
1979 രൂപീകരിച്ച ഒരു സംഘടനയാണ് സെന്റർ ഫോർ കൾച്ചർ റിസോഴ്സേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നത്. സെന്റർ ഫോർ കൾച്ചർ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അപ്പൊ ഇതിൽ നമുക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ്, താഴെ തന്നിട്ടുള്ളവയിൽ അധ്യാപകർക്കും കുട്ടികൾക്കും സാംസ്കാരിക വിനിമയത്തിനുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന സ്ഥാപനം ഏത് എന്ന് ചോദിക്കാം. അത് വന്നിട്ട് നമ്മളെ സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് ആണ്. ഈ സെന്റർ ഫോർ കൾച്ചർ ആൻഡ് റിസോഴ്സിന്റെ ട്രെയിനിങ് സെന്റർ എവിടെയെന്ന് ചോദിക്കാം. അത് ന്യൂഡൽഹിയിലാണ്. ഏത് വർഷമാണ് കൊണ്ടുവന്നതെന്ന് ചോദിക്കാം. 1979 ഉള്ളത്. ഇത് ഏതിന്റെ കീഴിലാണ്, ഏത് മന്ത്രാലയത്തിന്റെ കീഴിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ കീഴിലാണ്. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ കീഴിലാണ് 1979 രൂപീകരിച്ച സെന്റർ ഫോർ കൾച്ചർ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് കൊണ്ടുവന്നത്. എന്തിനാണ്? അധ്യാപകർക്കും കുട്ടികൾക്കും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് വന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളത് മിസ് ചെയ്യാതെ പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് ചില കാര്യങ്ങൾ നോക്കാനുണ്ട്. ചില സ്ഥാപനങ്ങളും അതിന്റെ ആസ്ഥാനം നോക്കുക. ഇതിൽ സംഗീത അക്കാദമി, ലളിതകല അക്കാദമി, സാഹിത്യ അക്കാദമി, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, നാഷണൽ ബുക്സ് ട്രസ്റ്റ് ഇൻ ഇന്ത്യ. ഇതെല്ലാം നമുക്ക് സംഗീത അക്കാദമി എന്ന് പറയുന്നത് അറിയാം. സംഗീതത്തിനും നാടകത്തിനൊക്കെ സംഗീത നാടക അക്കാദമി പേര് തന്നെ അതിലുണ്ട്. ന്യൂഡൽഹിയാണ് അതിന്റെ ആസ്ഥാനം. ഇതിന്റെയൊക്കെ ആസ്ഥാനം ന്യൂഡൽഹിയാണെന്ന് ഒറ്റ സ്റ്റെപ്പിൽ ഓർത്ത് വയ്ക്കുക. ലളിതകലാ അക്കാദമി, സാഹിത്യ അക്കാദമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹിത്യത്തിനാണ് പ്രാധാന്യം എന്ന് മനസ്സിലാക്കാം. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ സ്കൂൾ ഓഫ് ഡ്രാമ എല്ലാ വർഷവും നാടകമേള നടത്തുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. അതും വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ ചിലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അതുപോലെ അത് വളർത്തുകയും ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക. അതിന് വലിയ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് കുഴപ്പം വരുന്ന ഒരു സ്ഥാപനമാണ് ലളിതകലാ അക്കാദമി എന്ന് പറയുന്നത്. ലളിതകലാ അക്കാദമി എന്ന് പറയുന്നത് എന്താണ്? ലളിതകലാ അക്കാദമി ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചരണമാണ് ലക്ഷ്യം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന മറ്റു പേരിൽ നിന്നും എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ ലളിതകലയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണമാണ് ലക്ഷ്യം. ഇത് വന്നിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ തന്നാലും ഒന്ന് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്ന് ഓർത്തു വയ്ക്കുക. ആ സ്ഥാനം എല്ലാത്തിനും ന്യൂഡൽഹിയാണ്. അത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ട കാര്യം വിദേശ നയത്തിനെ പറ്റി. നമ്മൾ വിദേശ നയം എന്ന് പറയുന്ന സമയത്ത് വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി എന്ന് പറയുന്ന ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വിദേശ നയത്തിന് സ്വാതന്ത്ര്യത്തിന് ഇന്ത്യ വിദേശ നയം സ്വീകരിക്കുകയും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയെ സമീപനം വ്യക്തമാക്കുകയൊക്കെ ചെയ്തത് നെഹ്റുവിന്റെ ഒരു സ്വാധീനത്തിലാണ്. അതിന്റെ മുഖ്യ ശില്പി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പഞ്ചശീല തത്വങ്ങളൊക്കെ കൊണ്ടുവന്നത്. എന്താണ് പഞ്ചശീല തത്വങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? 5 തത്വങ്ങളാണ്. പഞ്ചശീലം എന്ന് പറഞ്ഞാൽ 5 തത്വങ്ങളാണ് കൊണ്ടുവന്നത്. ഇത് പഞ്ചശീല തത്വങ്ങൾ പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ആരാണ്? പഞ്ചശീലങ്ങൾ ഒപ്പിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. അപ്പം 1954 ഇത് ഒപ്പുവെച്ചത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും അതുപോലെ ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗ എൻ ലായുമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് 1954 ചൈനയുമായുള്ള അതിർത്തി തക്കം ഉണ്ടായപ്പോഴാണ് ഇത് ഒപ്പുവെച്ചത്. ആരൊക്കെ തമ്മിലായിരുന്നു? ഏത് അതിർത്തി തർക്കത്തിലായിരുന്നു? ചൈനയുമായിട്ടുള്ള അതിർത്തി തർക്കത്തിലായിരുന്നു ഇത് ഒപ്പുവെച്ചത്. ഇന്ത്യയും ചൈനയുമായിട്ടാണ് ഒപ്പുവെച്ചത്. നമ്മുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവും ചൈനയുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻ ലായുമാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത്. 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരുന്നു. ഈ പഞ്ചശീല തത്വം നമ്മുടെ ചൈനയുമായിട്ടുള്ള അതിർത്തി തർക്കത്തിലാണ് ഒപ്പുവെച്ചെങ്കിൽ പോലും എല്ലാ സമീപത്തുള്ള രാജ്യങ്ങളോടുമുള്ള ഇന്ത്യയുടെ സമീപനം ഇപ്രകാരം തന്നെയായിരുന്നു. അതായത് ഈ പഞ്ചശീല തത്വങ്ങൾ 5 പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഒരുപക്ഷെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കാം. ഒന്ന് വന്നിട്ട് രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. രാജ്യത്തിന്റെ അതിർത്തി അല്ലെ, നമ്മളിപ്പോൾ ഓരോ രേഖകളുണ്ട്. മക്മോഹൻ രേഖ, റാഡ്ക്ലിഫ് രേഖ, അല്ലെങ്കിൽ പാക് രേഖ എന്നൊക്കെ നമുക്ക് ഒരു രേഖകളുണ്ട്. അപ്പൊ ഈ രേഖകൾ അതായത് ഈ രേഖ പരസ്പരം നമ്മൾ അംഗീകരിക്കുക. അതിന്റെ അതിർത്തിയുടെ പരമാധികാരവും അംഗീകരിക്കുക. ഇനി പരസ്പരം ആക്രമിക്കാതിരിക്കുക എന്നുള്ളത് മുന്നറിയിപ്പ് കൂടാതെ ആക്രമിക്കാതിരിക്കുക. അടുത്ത ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക. ഓരോ രാജ്യത്തിനും അതിൻ്റെതായ ആഭ്യന്തര കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതിന് വിദേശ രാജ്യങ്ങൾ ഇടപെടാതിരിക്കുക. സമത്വവും പരസ്പര സഹായവും പുലർത്തുക. അല്ലെ, നമുക്ക് പരസ്പര സഹായം അന്യരാജ്യങ്ങളുമായി വേണം. അല്ലെ, ഭക്ഷ്യങ്ങളുടെ കാര്യങ്ങളായിക്കോട്ടെ, ആയുധങ്ങളുടെ കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ധനങ്ങളുടെ കാര്യങ്ങൾ എല്ലാത്തിനും നമുക്ക് പരസ്പരം ഒരു സഹായം വേണം. സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. അതായത് യുദ്ധങ്ങളും അത്ര അക്രമങ്ങളും ഒന്നുമില്ലാതെ സമാധാനപരമായ ഒരു സഹവർത്തിത്വം. ഇതാണ് ഈ 5 തത്വങ്ങളാണ് പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുന്നത്. ഓർക്കുമല്ലോ, 1954 ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ അന്നത്തെ ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗ എൻ ലായുമാണ് ഒപ്പുവെച്ചത്. ഒപ്പുവെക്കാനുണ്ടായ കാരണം വന്നിട്ട് ചൈനയുമായിട്ടുള്ള അതിർത്തി തർക്കമായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ പറ്റി നമ്മൾ പഠിക്കേണ്ടത്. അഭയാർത്ഥി പ്രവാഹവും നാട്ടുരാജ്യങ്ങൾ സംയോജനത്തിനും പ്രധാന പങ്കുവച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ, വി പി മേനോനുമാണ്.
ഭരണഘടനാ പൊതുതിരഞ്ഞെടുപ്പിൽ 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന രൂപീകരിച്ചു. ഇന്ത്യ റിപ്പബ്ലിക്കായി. രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ BR അംബേദ്കർ തുടങ്ങിയ. രാജേന്ദ്ര പ്രസാദ് ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു. ഡോക്ടർ BR അംബേദ്കർ ആരായിരുന്നു? ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഡോക്ടർ BR അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു. ഇനി ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളിൽ പുനഃസംഘടനയുടെ അധ്യക്ഷൻ ആരായിരുന്നു? അങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫൈസൽ അലി ആയിരുന്നു. സാമ്പത്തിക നയം എന്ന് പറയുമ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ, അതുപോലെ പഞ്ചവത്സര പദ്ധതികൾ, ശാസ്ത്ര പുരോഗമന, രാധാകൃഷ്ണൻ കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, വിദ്യാഭ്യാസ നയം, ഇതൊക്കെ ഓർത്തു വെക്കുക. സാംസ്കാരിക കമ്മീഷനെ പറ്റി ഓർത്തു വെക്കുക. വിദേശ നയം, ചേചേരായ്മ, പഞ്ചതത്വശീലങ്ങൾ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട് നോക്കേണ്ട മറ്റൊരു പാഠഭാഗമാണ് കേരളം ആധുനികതയിലോട്ട് എന്നുള്ളത്. അപ്പം ഇതിൽ നമ്മൾ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ നമ്മളൊന്ന് നോക്കി പോകുമ്പോൾ, വാസ്കോ ഡ ഗാമയോടൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരെ എന്ന ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അൽവാരോ ഹെൻകോവിൻ ആണ്. വാസ്കോയോടൊപ്പം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരെ എന്ന് ചോദിക്കാം. വാസ്കോ ഡ ഗാമ കേരളത്തിലെത്തിയതോടൊപ്പം ഇന്ത്യയിലെത്തിയിട്ടുള്ള പോർച്ചുഗീസ് നാവികൻ ആരെ എന്ന് ചോദിക്കാം. അത് വന്നിട്ട് അൽവാരോ ആണ്. അതുപോലെ ഈ അൽവാരോയുടെ ഈ കേരളത്തിലുള്ള സന്ദർശനത്തിലെ ഈ കാപ്യ എന്ന പട്ടണം ഏതുമായി ബന്ധപ്പെട്ടാണ്? കാപ്യ എന്ന പട്ടണം ഏത് പട്ടണത്തെയാണ് കാപ്യ എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാപ്പാടിനെയാണ് കാപ്യ എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ പന്തലിനി എന്ന് പറയുന്ന പട്ടണം, അത് പന്തലായിനി എന്ന് പറയുന്ന പട്ടണം. പന്തലായിനിയാണ് പന്തലിനി എന്ന് പറഞ്ഞ പട്ടണത്തിനെ പറയുന്നത്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ലിസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അതിൽ നമ്മുടെ പോർച്ചുഗീസ് നാവികനായ അൽവാരോ ഹെൻകോവിൻ ഓർത്ത് വയ്ക്കുക. പോർച്ചുഗീസുകാരനായ അൽവാരോ ഹെൻമീനാണ് നമ്മുടെ വാസ്കോ ഡ ഗാമയോടൊപ്പം ഇന്ത്യയിലെത്തിയത്. അപ്പോൾ യൂറോപ്യന്മാർ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്തു? സാമൂതിരിയാണ് അവരെ സ്വീകരിച്ചതെന്നറിയാം. അങ്ങനെ പോർച്ചുഗീസുകാരെ അറബിക്കടലിൽ ശക്തമായ ചെറുപ്പനിർത്തൽ നടത്തി. അപ്പം ഈ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഒക്കെ എന്ത് ചെയ്തു? വ്യാപക കുത്തര നേടുകയും പരസ്പരം മത്സരിച്ച് കളിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഇതിൽ പ്രധാനപ്പെട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കോഴിക്കോട്ട് സാമൂതിരിയുടെ നേതൃത്വത്തിൽ, അതായത് കോഴിക്കോട് സാമൂതിരിക്ക് ഉണ്ടായിരുന്ന നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാന്മാരെന്ന് പറയുന്നത്. മൊത്തം 4 പേരുണ്ടായിരുന്നു കുഞ്ഞാലി മരക്കാന്മാരെന്ന് പറയുന്നത്. അപ്പം ഈ 4 പേരിൽ നാലാമനാണ് സാമൂതിരിയുടെ നാവികപ്പടയെ നയിച്ചിരുന്ന നാലാമനാണ് പോർച്ചുഗീസുകാരുമായിട്ട് അറബിക്കടലിൽ യുദ്ധം നടത്തിയത്. അപ്പം ഈ കുഞ്ഞാലി മരക്കാർ നാലാമൻ ആരായിരുന്നു? നമ്മുടെ സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവനായിരുന്നു. അപ്പം അദ്ദേഹമായിരുന്നു എന്ത് ചെയ്തത്? അറബിക്കടലിൽ പോർച്ചുഗീസുകാരുമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് നടത്തിയത്. അപ്പം ഇതിനെ പറ്റിയിട്ട് ഹാസി മുഹമ്മദ് ഒരു അറബി കാവ്യം എഴുതി. അതിൻ്റെ പേര് ഫത്ഹുൽ മുബീൻ എന്നായിരുന്നു. ഹാസി മുഹമ്മദ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുമ്പ് PSC സ്ഥിരം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഫത്ഹുൽ മുബീൻ എഴുതിയ കാവ്യം ഏതാണ്? എഴുതിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാസി മുഹമ്മദാണ്. ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്ന കാവ്യം എഴുതിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹാസി മുഹമ്മദാണ്. ആരാണ്? ഹാസി മുഹമ്മദാണ്. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, കുളച്ചൽ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മാർത്താണ്ഡവർമ്മയും അതുപോലെ ഡച്ചുകാരും തമ്മിലായിരുന്നു കുളച്ചൽ യുദ്ധം നടന്നത്. 1741 അത് നടന്നത്. അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ നോക്കേണ്ടത്, കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം എന്നറിയപ്പെടുന്നത് ആറ്റിങ്ങൽ കലാപമാണ്. കേരളത്തിലെ എപ്പോഴും സ്ഥിരം PSC ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം നടന്നത് 1921 ആറ്റിങ്ങൽ കലാപമാണ് നടന്നത്. പിന്നെ ഒരു കാര്യം, മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒപ്പുവെച്ച ഒരു സന്ധിയാണ് ശ്രീരംഗപട്ടണം. ആ ശ്രീരംഗപട്ടണ പ്രകാരമാണ് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത്. 1791 ഇത് നടന്നത്. ഓക്കെ. അപ്പം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് സന്ധി പ്രകാരം എന്നാണ് ചോദിക്കാറ്? ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം. അത് നടന്ന വർഷം 1792. അപ്പം ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. ഈ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് ഏത് സ്ഥലമാണ് ലഭിച്ചതെന്ന് ചോദിച്ചു. മലബാറാണ് ലഭിച്ചത്. ഓക്കെ. ഇനി തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച ഉടമ്പടി 1795. 1792 ശ്രീരംഗപട്ടണ ഉടമ്പടി. അതുപോലെ തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചത് 1795 ഉടമ്പടി പ്രകാരമാണ്.
ഇതുകൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. നമ്മൾ വേലുത്തമ്പി തിളവെപ്പറ്റിയൊക്കെ പഠിക്കണം. പിന്നെ നമ്മുടെ പഴശ്ശി കലാപങ്ങൾ, നമുക്ക് ഇപ്പം ഈ സിലബസിൽ തന്നെ ഒരു പഴശ്ശി എന്ന് പറഞ്ഞൊരു പഴശ്ശി കലാപം എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേരളവർമ്മ പഴശ്ശിരാജയെ പറ്റിയാണ് പഴശ്ശി കലാപങ്ങളിൽ കൂടുതൽ പ്രാധാന്യം നൽകി പറയുന്നത്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ രാജാവായിരുന്നു. നമുക്ക് ഡൗട്ട് ഉണ്ടാവും, നമ്മളെപ്പോഴും കൺഫ്യൂഷൻ വെച്ച് നമുക്ക് തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം മലബാറിലുള്ള കോട്ടയം രാജകുടുംബത്തിലെ രാജാവായിരുന്നു പഴശ്ശി രാജ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ കേരള സിംഹം എന്നറിയപ്പെടുന്നു. അതുപോലെ പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ തുടങ്ങിയ പേരുകളിലൊക്കെയാണ് അറിയപ്പെടുന്നത്. ഓക്കെ, പഴശ്ശി രാജാവിൻ്റെ കഥ ഇതിവൃത്തമാക്കി സർദാർ KM പണിക്കർ കേരളസിംഹം എന്ന പേരിൽ ഒരു ചരിത്ര നോവൽ എഴുതിയിട്ടുണ്ട്. അപ്പം സർദാർ KM പണിക്കരാണ് കേരളസിംഹം എന്ന പേരിൽ ഒരു ചരിത്ര നോവൽ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പ്രധാനപ്പെട്ട് നോക്കേണ്ട കാര്യം വന്നിട്ട് നികുതി, അതായത് ബ്രിട്ടീഷ് നികുതിയുമായി ബന്ധപ്പെട്ടായിരുന്നു പഴശ്ശി രാജാക്കളും അതുപോലെ ബ്രിട്ടീഷുകാരും തമ്മിലുള്ള യുദ്ധം നടന്നത്. ഈ യുദ്ധത്തിൽ ഇദ്ദേഹത്തെ സഹായിച്ചതാണ് ചെമ്പോക്കൻ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്ച് നേതാവായ തലക്കൽ ചന്തു. അപ്പം നമുക്ക് ഇടയ്ക്കൊരു എക്സാമിനെ, ഒരു PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, താഴെ തന്നിട്ടുള്ളവയിൽ പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട് കേരളവർമ്മയെ സഹായിച്ചവരിൽ ഉൾപ്പെടാത്തത് ആരെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ചെമ്പൻ പോക്കർ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ, അതുപോലെ വയനാട്ടിലെ കുറിച്ച് നേതാവായ തലക്കൽ ചന്തു തുടങ്ങിയവരൊക്കെ മലബാറിലെ ഈ പഴശ്ശികളുമായി ബന്ധപ്പെട്ട് പഴശ്ശി രാജാവിനെ സഹായിച്ചവരായിരുന്നു. പഴശ്ശി രാജാവ് മരിച്ചത് 1805 നവംബർ 30-നാണ്. പഴശ്ശി രാജാവ് മരിച്ചത് 1805 നവംബർ 30-നാണ്. ഇനി വേലുത്തമ്പിയും പാലിയത്തച്ഛനെ പറ്റി പറയുക. വേലുത്തമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് കുണ്ടറ വിളംബരമാണ്. 1809 ജനുവരി 1-നാണ്. 1809 ജനുവരി 1-നാണ് കുണ്ടറ വിളംബരം നടന്നത്. അപ്പോൾ കുണ്ടറ വിളംബരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേലുത്തമ്പി ദിളവയാണ് കുണ്ടറ വിളംബരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിരുവിതാംകൂറിൻ്റെ ആരായിരുന്നു? ദിവാനായിരുന്നു വേലുത്തമ്പി. ഓക്കെ, പാലിത്തച്ഛൻ കൊച്ചി രാജ്യത്തിൻ്റെയും. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചോദിക്കാം, അതായത് ഈ പറയുന്ന കുണ്ടറ വിളംബരം നടന്ന സമയത്ത് ബ്രിട്ടീഷ് റെസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. മെക്കാളയായിരുന്നു ബ്രിട്ടീഷ് റെസിഡന്റ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് പിടിക്കപ്പെട്ട സമയത്ത് വേലുത്തമ്പി ആത്മഹത്യ ചെയ്യുകയും പിന്നീട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇദ്ദേഹത്തിനെ കണ്ണമ്മൂലയിൽ കൊണ്ടിട്ട്, അവർക്ക് ഒരു വൈരാഗ്യം സഹിക്കാൻ പറ്റാതെ ബ്രിട്ടീഷുകാർ കണ്ണമ്മൂലയിൽ കൊണ്ടിട്ട് കെട്ടിത്തൂക്കുകയും പിന്നീട് ചെയ്തു. പാലിത്തച്ഛനെ മദ്രാസിലോട്ട് നാടുകടത്തി. പാലിത്തച്ഛൻ എന്ന് പറഞ്ഞത് കൊച്ചി രാജ്യത്തുള്ള ദിവാനായിരുന്നു. അത് ജസ്റ്റ് നമ്മളതൊന്ന് ഓർത്തു വയ്ക്കുക. ഇനി നമ്മൾ പ്രധാനപ്പെട്ട് പഠിക്കേണ്ടത് കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത എന്ന് പറയുന്നത് ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. 1861-ലാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത എന്ന് പറയുന്നത്. 1861-ലാണ്. അത് ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. നമ്മൾ ഈ ക്ലാസ് വന്നിട്ട് ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവർക്ക്, ഇനി പഠിക്കാൻ സമയമില്ലാത്തവർക്കുള്ള ഓൺ ഷോട്ട് ക്ലാസ് ആണ്. അതുകൊണ്ടാണ് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് പോകുന്നത്. ജസ്റ്റ് ഒന്ന് കേട്ട് നിങ്ങൾ 1-2 തവണ കേൾക്കുകയോ ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് നോട്ട് എഴുതി വയ്ക്കാൻ സമയമില്ലെങ്കിൽ 1 തവണ നിങ്ങളത് കേട്ട് നോക്കിയാൽ മതി. അപ്പം നമ്മൾ വേറൊരു കാര്യം, ഈ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഏകീകരിച്ച നാണയ വ്യവസ്ഥയും അളവ് തൂക്ക സമ്പ്രദായവും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു. ഏകീകൃത നാണയ വ്യവസ്ഥ ഉണ്ടായിരുന്നു. അതൊന്ന് ഓർത്ത് വയ്ക്കാം. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ മലബാർ കലാപത്തിനെ പറ്റി പഠിക്കാം. മലബാർ കലാപം ഏതുമായി ബന്ധപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലബാറിലുള്ള കർഷകരുടെ അതായത് മലബാറിലെ കർഷകരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് ഈ മലബാർ കലാപം ഉണ്ടായത്. മലബാർ കലാപം അവസാനിച്ചത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1929 മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്നതോടുകൂടിയാണ് അത് അവസാനിച്ചത്. ഇതിന് മാപ്പിള കലാപമെന്നും പറയുന്നുണ്ട്. പിന്നെ ഈ മലബാർ കലാപത്തെ പറ്റി അന്വേഷിക്കാനുണ്ടായ കമ്മീഷന്റെ പേര് ലോഹൻ കമ്മീഷനാണ്. വില്യം ലോഹൻ നേതൃത്വത്തിലുള്ള ലോഹൻ കമ്മീഷനാണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ലോഹൻ കമ്മീഷനാണ്. ഏതുമായി ബന്ധപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇതുപോലെ ഈ നമ്മളെ 3 നിയമങ്ങളുണ്ട്. അതായത് ഈ കർഷകർക്ക് അവരുടെ ഭൂമി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ജമീന്മാരിൽ നിന്നും കർഷകർക്ക് ഭൂമി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് 3 നിയമങ്ങളുണ്ട്. അത് ഓരോ തിരുവിതാംകൂറിലെ 1865 തന്നെ കൊണ്ടുവന്നു. പണ്ടാരപ്പട്ട വിളംബരം എന്നറിയപ്പെടുന്നു. അപ്പോൾ പണ്ടാരപ്പട്ട വിളംബരം ഏതുമായി ബന്ധപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ടതാണ്. കർഷകർക്ക് അവരുടെ കൃഷിഭൂമി ലഭിക്കുക എന്നതുമായി ബന്ധപ്പെട്ടാണ് 1865-ലാണ് തിരുവിതാംകൂർ അത് കൊണ്ടുവന്നത്. കൊച്ചിയിൽ 1914 കുടിയായ്മ നിയമം എന്ന പേരിലായിരുന്നു അത് കൊണ്ടുവന്നത്. 1914 കുടിയായ്മ നിയമം. ഇനി മലബാർ കുടിയായ്മ നിയമം 1929-ലാണ് മലബാറിൽ കൊണ്ടുവന്നത്. ഈ 3 വർഷങ്ങളും ആ ഒരു പേരും ഒന്ന് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കണം. ഓക്കെ, ഇനി നമ്മൾ കൊനോലി പോൾട്ട എന്ന് പറയും. നമ്മളെ നിലമ്പൂരിലെ ഏറ്റവും വലിയ തേക്ക് തോട്ടമാണ് അറിയാം കൊനോലി പോൾട്ട എന്ന് പറയുന്നത്. ഈ കൊനോലി പോട്ട് 1823 തൊട്ട് 38 വരെയുള്ള കാലഘട്ടങ്ങളിലായിരുന്നു ഇത് വച്ചുപിടിപ്പിച്ചത്. അതൊന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഇനി
നമ്മൾ പ്രധാനപ്പെട്ട് നോക്കേണ്ട കാര്യം കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി എവിടെയാണ്? അത് ഒരുപാട് തവണ PSCയുടെ പണ്ട് സ്ഥിരം ചോദ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി എവിടെയാണ്? 1859 ആലപ്പുഴയിലാണ് ഇത് സ്ഥാപിച്ചത്. 1859 ആലപ്പുഴയിലാണ്. 1859 ആലപ്പുഴയാണ് കേരളത്തിലെ കയർ ഫാക്ടറി സ്ഥാപിച്ചത്. അതൊന്ന് ഓർത്ത് വയ്ക്കാം. ഇനി നമ്മൾ പുനലൂർ പേപ്പർ മിൽ എവിടെയെന്ന് ചോദിക്കാം, കൊല്ലത്താണ്. കളമശ്ശേരി ഫാക്ട് എവിടെയെന്ന് ചോദിക്കാം, എറണാകുളത്താണ്. കുണ്ടറ സിറാമിക് കൊല്ലത്താണ്. റബ്ബർ വർക്ക്സ് തിരുവനന്തപുരത്താണ്. ടാറ്റ ഓയിൽസ് കൊച്ചിയിലാണ്. അളഗപ്പ തുണിമില്ല് കൊച്ചിയിലാണ്. ഇത് ഇത്രയും കൂടെ എവിടെയാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അതായത് ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ നൽകി ആണ് ഇതൊക്കെ ഈ ആധുനിക വ്യവസായങ്ങളെ കൊണ്ടുവന്നത്. അപ്പം ഇതാണ് ഇത് ഇത്രയൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് അപ്പു നെടുങ്ങാടി ബാങ്ക് ആയിരുന്നു. അതുകൂടെ ഓർത്ത് വയ്ക്കുക. ഇത് ജസ്റ്റ് ഓൺ ഷൂട്ടായിട്ട് നമ്മൾ വായിച്ചു പോകേണ്ട കാര്യങ്ങളാണ്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഒരു 3-4 പേരുകൾ കൺഫ്യൂഷൻസ് ആണ്. അത് പക്ഷേ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കോഡ് എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി ഓർത്ത് വയ്ക്കുക. അതായത് കേരളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര്? കേരളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. കേരളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. കേരളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ഓർത്ത് വയ്ക്കുക. കേരളത്തിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത്, അതായത് മലയാള ഭാഷയിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത് അർണോസ് പാദ്രിയാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ്. വ്യാകരണ ഗ്രന്ഥം ആഞ്ചലോസ് ഫ്രാൻസിസ്. വ്യാകരണമാണ്, ഗ്രാമറുമായി ബന്ധപ്പെട്ടത്. അടുത്ത നിഘണ്ടു അറിയാം, ഡിക്ഷണറി. അപ്പോൾ ആദ്യത്തെ മലയാള ഭാഷയിൽ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത് അർണോസ് പാദ്രിയാണ്. ഇനി മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം എന്ന് പറയുന്നത്. സംക്ഷേപ വേദാർത്ഥമാണ് മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ചിട്ടുള്ള സമ്പൂർണ്ണ ഗ്രന്ഥം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാള നിഘണ്ടു. ബെഞ്ചമിൻ ബെയ്ലി, പേര് ഓർത്ത് വയ്ക്കുക, ബെഞ്ചമിൻ ബെയ്ലി ആണ് എന്തോന്ന്, ഇംഗ്ലീഷ് മലയാള നിഘണ്ടു. ഹെർമൻ ഗുണ്ടർട്ട് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു. അങ്ങോട്ട് മാറിപ്പോലെ. ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം, ഹെർമൻ ഗുണ്ടർട്ട് മലയാളം ഇംഗ്ലീഷ്. ഈ ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ മലയാളം ഇംഗ്ലീഷ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വേറൊരു കാര്യം കൊണ്ട് ഓർത്ത് വയ്ക്കാം. മലയാളത്തിന് ആദ്യത്തെ 2 പത്രങ്ങളായിരുന്നു രാജ്യസമാചാരവും അതുപോലെ പശ്ചിമോദയവും. ഇത് തലശ്ശേരിയിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തിയിരുന്ന 2 പത്രങ്ങളായിരുന്നു. മലയാളത്തിൽ ആദ്യത്തെ 2 പത്രങ്ങളാണ് രാജ്യസമാചാരം, പശ്ചിമോദയം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSCയുടെ പണ്ടത്തെ ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഇപ്പോഴാണ് ഡിസ്റ്റ് ചോദിക്കുന്നത്. പണ്ട് ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യങ്ങളാണ്. രാജ്യസമാചാരവും പശ്ചിമോദയം ഇതെവിടെ നിന്നാണ്? കേരളത്തിലെ ആദ്യത്തെ പത്രങ്ങളാണ്. മലബാർ ഭാഗം, അതായത് തലശ്ശേരിയിൽ നിന്നാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ഇത് പ്രസിദ്ധീകരിച്ചതും ഹെർമൻ ഗുണ്ടർട്ടാണ്. ഈ ഹെർമൻ ഗുണ്ടർട്ടാണ് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു കൊണ്ടുവന്നത്. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു കൊണ്ടുവന്നത് ആരാണ്? ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ബെഞ്ചമിൻ ബെയ്ലി. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ബെഞ്ചമിൻ ബെയ്ലി. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ഹെർമൻ ഗുണ്ടർട്ട്. അതുപോലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാണ്? സംക്ഷേപ വേദാർത്ഥം. ആദ്യത്തെ നിഘണ്ടു അർണോസ് പാദ്രിയാണ് കൊണ്ടുവന്നത്. എന്നാൽ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം കൊണ്ടുവന്നത് ആഞ്ചലോസ് ഫ്രാൻസിസ്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് എഴുതി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ LMS എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടതാണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റി. അതുപോലെ ചർച്ച് മിഷൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ CMS കൊച്ചി തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടാണ്. മലബാറിലെ ബാസൽ ഇവാഞ്ചലിക്കലാണ്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ തിരുവിതാംകൂറിലെ ആദ്യമായിട്ട് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ആരായിരുന്നു? ഗൗരി പാർവതി ഭായി ആയിരുന്നു. 1817 ഗൗരി പാർവതി ഭായി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചത്. ആരാണ്? ഗൗരി പാർവതി ഭായി 1817. ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്, വസൂരി തടയാനുള്ള കുത്തിവയ്പ്പ് ആദ്യമായി നടത്തിയത് എവിടെയാണ്? വസൂരി തടയാനുള്ള കുത്തിവയ്പ്പ് ആദ്യമായിട്ട് നടത്തിയത് മലബാറിലാണ്. ഇനി കേരളത്തിലെ പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കറിയാം. അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക.